നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കോഴിക്കോട്ട് ഒരു കോഴ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് CPM. അതായത് PSC അംഗത്വം. നമുക്കറിയാം, ഈ PSC അംഗം എന്ന് പറഞ്ഞാൽ പൊന്മുട്ടയിടുന്ന താറാവാണ്. 3 ലക്ഷത്തോളമാണ് ശമ്പളം. പിന്നീട് 6 വർഷം ഈ 3 ലക്ഷത്തിനടുത്ത് ശമ്പളം വാങ്ങി ജീവിക്കാം. മറ്റ് ആനുകൂല്യങ്ങൾ വേറെയും. ഇത് കൂടാതെയാണ് ഇതിന് ശേഷമുള്ള സർവീസ് കാലാവധിക്ക് ശേഷമുള്ള പെൻഷൻ. ഇതൊക്കെ കണക്കുകൂട്ടുമ്പോൾ ഒരു PSC അംഗം വിരമിക്കുമ്പോൾ 6 വർഷമാണല്ലോ കാലാവധി. എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ വന്നു പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. രാഷ്ട്രീയ നിയമനങ്ങളാണ് PSCയിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതുകൂടി ചേർത്ത് വായിക്കണം. LDF ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. LDFിലെ ഘടകകക്ഷികൾക്കൊക്കെ, മിക്ക ഘടകകക്ഷികൾക്കും PSC അംഗത്വമുണ്ട്. PSC അംഗത്വമായി ആളുകളെ നിർദ്ദേശിക്കാം. അവരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഈ കോഴ ആരോപണം നേരത്തെയും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം തന്നെയാണ് ഇപ്പോൾ ഈ കോഴ ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരു ആയുർവേദ ദമ്പതികൾക്ക് 22 ലക്ഷം രൂപ, 60 ലക്ഷമാണ് മൊത്തം, അതിൽ 22 ലക്ഷം രൂപ അവരിൽ നിന്ന് വാങ്ങി PSC അംഗത്വം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. മുഹമ്മദ് റിയാസിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിലുണ്ട് എന്നറിയുന്നു. അദ്ദേഹം പക്ഷേ നിഷേധിക്കുകയാണ്. PSC അംഗത്വവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ CPM അന്വേഷണം തുടങ്ങി എന്ന വാർത്തയും ഇന്ന് രാവിലെ MS സനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തു. 3 അംഗ സമിതി അന്വേഷിക്കുന്നുണ്ട്. ഈ നടപടി ഉണ്ടാകുമെന്ന കാര്യം വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഷംസുദ്ദീൻ MLA ഉന്നയിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ അത് മുഖ്യമന്ത്രി അതിനോട് ഏതാണ്ട് അത് നിഷേധിക്കാതെയാണ് പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, പല തലത്തിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിലൊക്കെ നടപടി ഉണ്ടാകും എന്നും അദ്ദേഹം നിയമസഭയിൽ പറയുമ്പോൾ ഈ ആരോപണങ്ങൾ, ഉയർന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമായി മാറുകയാണ്. ഒപ്പം കോൺഗ്രസ് ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം, കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുള്ള ഒരു അന്വേഷണം കൂടി ആവശ്യപ്പെട്ട പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ എത്രയൊക്കെ നിഷേധിച്ചാലും പാർട്ടി അതിൻ്റെ സ്വാധീനം, നേതാക്കളുമായുള്ള ബന്ധമൊക്കെ ഉപയോഗിച്ചാണ് ഈ കോഴിക്കോട്ടെ യുവ നേതാവ് ഇത്തരത്തിൽ പണം വാങ്ങിയത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇയാൾക്ക് നടപടി ഉണ്ടാകും. പദവികളിൽ നിന്ന് CPMൽ ഇയാൾക്ക് ഭാരവാഹിത്വമുണ്ട്, CI2വിൽ ഭാരവാഹിത്വമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഷംസുദ്ദീനാണ് ഉന്നയിച്ചത്. അതിലേക്ക് സർ, ഇന്ന് ഏറ്റവും വലിയൊരു വാർത്ത, ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ, അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ, തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. അപ്പോൾ തട്ടിപ്പ് ആ രീതിയിൽ നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നില്ല. മുഖ്യമന്ത്രിയും ഞാൻ മനസ്സിലാക്കുന്നത് CPM ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണത്തിൽ ഈ പറഞ്ഞ നേതാവ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്നാണ് ജില്ലയിലേക്ക് ഈ വിഷയം വീണ്ടും അയക്കുന്നത്. കാരണം ഇയാൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞാണ് ഈ പണം വാങ്ങിയത് എന്ന ആരോപണവും ഉണ്ട്. ഇയാളുടെ പേരും ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട് തുടങ്ങിയ പശ്ചാത്തലമുണ്ട്. നമ്മൾ പക്ഷേ കുറച്ചുകൂടി വ്യക്തത വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ
കാര്യങ്ങളിലേക്കൊന്നും കാര്യമായി കടക്കാത്തത് എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ നമുക്കറിയാം ഈ ആരോപണ വിധേയ നേതാവ് ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ചു. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രമോദ് കോട്ടുള്ളി ആണ് CPM ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെയാണ് ആരോപണം ഉണ്ടായത്. MS സുനീഷ് കുമാറും ചേരുന്നു. ഒപ്പം നിയമസഭയിലെ വിഷയങ്ങളുടെ വിശദാംശങ്ങളുമായി VV അരുണും നമ്മോടൊപ്പം ചേരും. ആദ്യം അനീഷിലേക്ക് ഒന്ന് പോകണം. അനീഷ്, ഗുരുതരമായ ഒരു ആരോപണം. അതിനു മുമ്പ് നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകാം. അരുൺ നിയമസഭയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് എന്ന് മനസ്സിലാകുന്നു. നിയമസഭയിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ആരോപണം നിഷേധിച്ചില്ല എന്നുള്ളത് തന്നെയല്ലേ അരുൺ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ ഒരു ആരോപണം, ഈ വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളുന്നില്ല. N. ശംസുദ്ദീനാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പൊതുധാരണ അടിസ്ഥാനത്തിൽ ചോദിച്ച ചോദ്യമാണെന്ന് വ്യക്തമല്ല. പക്ഷേ PSCയുമായി ബന്ധപ്പെട്ട ചോദ്യം സഭയിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമായിരുന്നു. അതിനിടയിലാണ് ഈ കോഴ ആരോപണം N. ശംസുദ്ദീൻ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഭരണകക്ഷിയിലെ ഒരു പ്രധാന നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം തട്ടാൻ ഒരു നേതാവ് ശ്രമിച്ചു എന്ന ആരോപണമാണ് ശംസുദ്ദീൻ ഉന്നയിച്ചത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുള്ള ചോദ്യം. മുഖ്യമന്ത്രി PSC അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞ കുറെ നാളുകളായി ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആർക്കെങ്കിലും പണം കൊടുത്ത് നേടാവുന്നല്ല PSC അംഗം എന്ന പദവി. അതുകൊണ്ട് തന്നെ അതിൽ അത്തരം തട്ടിപ്പ് നടക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പക്ഷേ പല രൂപത്തിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനം നടക്കുന്നുണ്ട്, അതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതായത് ഇത്തരമൊരു അഴിമതി കോഴ ആരോപണം ഉണ്ട്, അത് ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. നമുക്കറിയാം CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ അറിവുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉയർന്നു വന്ന പരാതിയാണ് CPM നേതൃത്വത്തിന് മുന്നിൽ. അത് ഇന്നലെ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. CPM അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ 2 പേർ ഈ വിഷയം അന്വേഷിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഏരിയ കമ്മിറ്റി അംഗം ഏരിയ സെന്ററായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ഏരിയ സെന്ററായി പ്രവർത്തിക്കുന്ന നേതാവ്, യുവജന നേതാവ് ഈ തട്ടിപ്പ് നടത്തി. അത് മുഹമ്മദ് റിയാസിന്റെ പേര് ഉപയോഗിച്ച തട്ടിപ്പ് നടത്തിയ പരാതിയാണ് CPM ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുമുണ്ട്. ഏതായാലും മുഹമ്മദ് റിയാസിന് പുറമെ മറ്റു ചില നേതാക്കളുടെ പേര് പറഞ്ഞുകൂടി ഇയാൾ തട്ടിപ്പിന് ശ്രമം നടത്തിയതായ വിവരം CPM ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും തോട്ടത്തിൽ രവീന്ദ്രൻ, സച്ചിൻ ദേവ് തുടങ്ങിയ MLAമാർ, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ, മുൻ ലോക്സഭാ അംഗം മന്ത്രി എടമരം കരീം, ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി A. സജീവൻ തുടങ്ങിയവരുടെ പേര് പറഞ്ഞും ഇയാൾ തട്ടിപ്പിന് ശ്രമം നടത്തിയ വിവരങ്ങൾ CPM ലഭിച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ വൈകാതെ നടപടി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പാർട്ടി നടപടിക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇവിടെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് MLAമാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ തട്ടിപ്പിന് ശ്രമം നടത്തുന്നു. അതും ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ അംഗത്വം വാങ്ങി നൽകാമെന്ന് തട്ടിപ്പ് നടത്തുന്നു. അതിനുശേഷം അത് ലഭിക്കാതെ വന്നപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പദവി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നു. അത്തരം വിഷയങ്ങളിൽ പോലീസോ വിജിലൻസോ അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്.